എൻ്റെ അമ്മോ, ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അപ്പം നമുക്കിന്ന് കരിമീൻ പൊള്ളിച്ചാലോ? അതിനായിട്ട് ആദ്യം വൃത്തിയാക്കിയ കരിമീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ അടുക്കളയിൽ ചേർക്കാൻ പറ്റുന്ന എല്ലാ പൊടികളും ചേർക്കുക. പിന്നെ കുറച്ച് സ്ക്വീസ് ഓഫ് ലെമൺ ആഡ് ചെയ്യാം. അതൊക്കെ ഒന്ന് മിക്സാക്കി സെറ്റ് ആവാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലേക്ക് ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാം. എന്നിട്ടൊരു പാനോ ചീനച്ചട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കും വെച്ച് അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച കരിമീൻ വെച്ച് ഒന്ന് വറുത്തെടുക്കാം. പാകയിലൊന്ന് മറിച്ചിടും വാങ്ങി വയ്ക്കാം. ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, തക്കാളിയൊക്കെ ഇട്ട് നന്നായി വഴറ്റി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് മസാലകളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അതെടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചുകൂടെ വെച്ചോളൂ. അപ്പോഴേക്ക് വൃത്തിയാക്കി വെച്ച വാഴയിലെടുത്ത് അതൊന്ന് വാട്ടിയെടുത്ത് വറുത്ത് വെച്ച കരിമീൻ്റെ താഴെ മുകളിൽ നമ്മൾ പരച്ച് വെച്ച മസാലയില്ല അതൊന്ന് തേച്ച് വാഴയില പൊതിഞ്ഞ് കെട്ടിവെച്ച് വീണ്ടും ചട്ടിയെ വെച്ചൊന്ന് അടച്ചു വേവിക്കുക. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടോളൂ. അപ്പോൾ ദേ കാണുന്നതാണ് നമ്മുടെ അടിപൊളി കരിമീൻ പൊള്ളിച്ചത്. അങ്ങനെ ഇത് ചൂടോടെ എടുത്ത് അതിൻ്റെ കെട്ടങ്ങോട്ട് അഴിച്ച് വാഴയില അങ്ങോട്ട് തുറന്ന് അതിനിങ്ങനെ ഒരു പീസ് എടുത്ത് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ, സ്വർഗ്ഗം.